السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. എല്ലാ ഓരോ ആളും അതിൻ്റെ സ്വന്തം കാര്യത്തിനായി തർക്കം നടത്തിക്കൊണ്ടുവരുന്ന ആ ദിവസം ഓർക്കുക. എല്ലാ ഓരോ വ്യക്തിക്കും അത് പ്രവർത്തിച്ചതിനുള്ള പ്രവർത്തന ഫലം നിറവേറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്യും. അവരോട് ഒരു തരത്തിലുള്ള അനീതിയും ചെയ്യപ്പെടുന്നതുമല്ല. ഖിയാമത്ത് നാളിനെയാണ് ആ ദിവസം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രവാചകന്മാർ പോലും പേടിച്ച് ഭയന്നുകൊണ്ട് നഫ്സി നഫ്സി, എൻ്റെ കാര്യം എന്ന് പറയുന്ന ആ ദിവസത്തിൽ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയ പരസ്പര ബന്ധങ്ങളൊന്നും ഉപകരിക്കുകയില്ല. സ്വന്തം കാര്യമല്ലാതെ മറ്റൊരു കാര്യം ഊഹിക്കാൻ പോലും ആർക്കും സാധ്യമല്ലാത്ത വിധം ഗൗരവമുള്ളതായിരിക്കും അന്നത്തെ രംഗവും അന്നത്തെ ദിവസവും. അതെ, ഓരോരുത്തർക്കും അവരവർക്ക് തന്നെ മതിയാവോളം അവനവൻ്റെ കാര്യം തന്നെ ഉണ്ടായിരിക്കും. അവനവന് ഗുണകരമായ ന്യായങ്ങൾ സമർപ്പിക്കുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുവാനുള്ള ഒഴികഴിവുകൾ സമർപ്പിക്കുക മുതലായവയാണ് സ്വന്തം കാര്യത്തിനായി തർക്കം നടത്തുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. ആ വമ്പിച്ച ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.